Hello everyone, welcome to this amazing video. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഫോർമുലയും പഠിപ്പിച്ചിരും. SSLC മാത്സിനുടെ എല്ലാ ഫോർമുലയും ഇതിലുണ്ടാവും. ഓക്കെ, ആൻഡ് ഈ നോട്ട്സ് എവിടെ ഡൗൺലോഡ് ചെയ്യാമെന്ന എല്ലാ കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കുറേ വീഡിയോസ് വരുന്നുണ്ട് ഈ ചാനലിൽ. അതുപോരാതെ അലൻ സാറിൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാ ലിങ്കും എവിടെ കിട്ടും? ഒരു ലിങ്ക് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? നിങ്ങൾക്ക് ഓൾ ഫോർമുല ഇതിൻ്റെ നോട്ട്സിൻ്റെ ഡ്രൈവ് ലിങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്യുക, ഇവിടെ പോയി കിട്ടും. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ 10 അവർ ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്സ് SSLC മാത്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലിങ്കും ഉണ്ട്. ഓക്കെ, പിന്നെ ഓൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വൺ ഷോട്ട് വേഗം കണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കുണ്ട്. കൺസ്ട്രക്ഷണൽ ലൈവൊക്കെ ഉണ്ട്. അതുപോലെ അത് സ്റ്റഡി പ്ലാനും 4 ചാപ്റ്ററൊക്കെ പഠിച്ച് കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അത് വരുന്നുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ മറക്കേണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോട്ട്സ് എഴുതി തരാം. അപ്പോൾ വേഗം തന്നെ വേണേൽ ഡൗൺലോഡ് ചെയ്തോ, പക്ഷേ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തത് ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫോർമുല കുറച്ച് കുറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം ഫോർമുല പകുതി സാർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഡയഗ്നൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ചിലവർ AFX ഏത് വേണം ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. D എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ഏതൊക്കെ ഞാൻ ഒന്ന് മാർക്ക് തരാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ് ബേസിക്സ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല കോമൺ ഡിഫറൻസ്. പിന്നെ ഈ TD/PD. എന്താണ് TD/PD? മക്കളെ നിങ്ങളോട് പറയാം, 10ാമത്തെ ടേം 20ഉം 50ാമത്തെ ടേം 100ഉം ആണെങ്കിൽ അവർ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? 100ാമത്തെ ടേം മൈനസ് 50ാമത്തെ ടേം ഡിവൈഡ് ബൈ 100 - 50. ഓക്കെ, അത് ഉപയോഗിക്കുക. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല കോമൺ ഡിഫറൻസിന്. അത് കഴിഞ്ഞാൽ nth ടേം മക്കളെ ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഓറാണ്, ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, പൊതുവേ സ്റ്റേറ്റ് സിലബസിൽ ഞാൻ കാണുന്നത് ഇതാണ് പഠിക്കാറ്, ഇതും പഠിക്കാറുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ധാരാളമാണ്. nth ടേം ആയിക്കോട്ടെ, ആൽജിബ്ര ആയിക്കോട്ടെ, നിങ്ങൾക്ക് nth ടേം കണ്ടുപിടിക്കാനായിക്കോട്ടെ, എല്ലാത്തിനും ഈ ഫോർമുല ഉപയോഗിക്കുക. ഈ ഫോർമുല നിങ്ങൾ അറിയില്ലെങ്കിൽ പഠിക്കേണ്ട, ഇത് ആവശ്യമില്ലാത്ത ഫോർമുലയാണ്. കാരണം ഇതിൽ നിന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട ഫോർമുലയാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണമെൻ്റെ ആവശ്യമില്ല. ഇപ്പം ഓക്കെ, സം ഓഫ് n ടേംസ് എന്ന് നോക്കിയാൽ തുകയുടെ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതും ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ചില ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടേം അറിയുമ്പോൾ ഇത് ഉപയോഗിക്കാം കേട്ടോ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല. ഇത് ചില സ്കൂളുകളിൽ നിങ്ങൾക്ക് ആൽജിബ്രൈക് ഫോം ഓഫ് സമ്മ് തന്നിട്ടുണ്ടോ, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി മിഡിൽ ടേമിൻ്റെ സമ്മുണ്ട്. SN = n × മിഡിൽ ടേം. സമ്മിൻ്റെ ഒരു സ്പെഷ്യൽ ഫോർമുല, അത് പഠിക്കണം. കാരണം കുറേ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുമ്പോൾ 11 ആയിരിക്കണം, ഓഡ് നമ്പർ ആയിരിക്കണം. n ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ n × 11 പകുതി എത്രയാണ്? 11 + 1/2 എത്രയാണ്? 12/6, 6th ടേം. ഇതാണ് സം ഓഫ് 11 ടേം. സം ഓഫ് 11 ടേംസ് പറയുമ്പോൾ 11 × 6th ടേം. ഓക്കെ, 11ൻ്റെ പകുതിയാണ് 6. അങ്ങനെ എൻ്റെ മലയാളം മീഡിയം വേർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ മറക്കേണ്ട, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ മക്കളെ 10 മണിക്കൂറിന് ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും കാണാം. നമുക്ക് തേഴ്സ്ഡേ രാവിലെ 11 മണിക്ക് AM കേട്ടോ, 11 മണി രാവിലെ. ഓക്കെ, പിന്നെ +1 ബാച്ചിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. അടുത്ത വർഷം നിങ്ങൾക്ക് ഫുൾ ലൈവ് ക്ലാസ് ആൻഡ് റെക്കോർഡർ ഉണ്ടാവും. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ലൈവായിട്ട് ഫുള്ള് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട, എല്ലാ ബാച്ചസും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സയൻസും കൊമേഴ്സും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സർക്കിൾസിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെൻട്രൽ ഉണ്ടാക്കുന്ന എന്താണോ അതിൻ്റെ പകുതിയാണ് മേജർ ആർക്കിൽ എല്ലായിടത്തും ഉണ്ടാക്കുക. ഓക്കെ, സെൻട്രലിൽ 100 ആണെങ്കിൽ ഇവിടെ 50, 50, 50 എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇവിടെ പുതിയൊരു വര വരച്ചാലും അവിടെയും 50 ആയിരിക്കും. മേജർ ആർക്കിൽ എപ്പോഴും സെയിം ആംഗിൾ. ഇനി അതേപോലെ ഇവിടെ പഠിച്ചോ, സെൻട്രലിൽ 2x ആണെങ്കിൽ അതിൻ്റെ പകുതി മേജർ ആർക്കിൽ. താഴെ മൈനർ ആർക്കിൽ എന്താണ്? ചെറിയ ചാപത്തിൽ ഇതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? ഇവിടെ x ആണെങ്കിൽ ഇവിടെ 180 - 6, ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 150. ഓക്കെ, ഇവിടെ പൊതുവേ ചോദിക്കാറ് 70 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരിക? ഇവിടെ 110. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 70ൻ്റെ ഡബിൾ. അപ്പോൾ എത്ര വരിക? 140. ഓക്കെ, ഇങ്ങനെ ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. സിമ്പിൾ ചോദ്യങ്ങളാണ്. കാരണം ഇതെന്താണ്? സൈക്ലിക് ഓർഡറിലായിട്ടുള്ള അത് ഇവിടെ പറയുന്നുണ്ട്. ആംഗിൾ A + ആംഗിൾ C, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി. ഈ 2 ആംഗിൾസും സപ്ലിമെൻ്ററി, അനുപൂരകമാണ്. ഇനി സർക്കിളിലെ ഡയമീറ്റർ, സർക്കിളിൻ്റെ വ്യാസം സർക്കിളിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന 90 ഡിഗ്രി. സർക്കിളിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന 90 ഡിഗ്രി, പുറത്തുണ്ടാക്കുന്ന 90നേക്കാളും ചെറിയ ആംഗിൾ ആൻഡ് ഉള്ളിലുണ്ടാക്കുന്ന 90നേക്കാളും വലുത്. സെയിം ലോജിക്ക് ഇങ്ങനെ ഉപയോഗിച്ച് ഞാൻ ഡയമീറ്റർ അല്ല വേറെ സംഭവം വെച്ചു. ഓക്കെ, ഇത് സർക്കിളാണ്, ഇത് വേറെ സാധനം വെച്ചു. ഓക്കെ, വെറുതെ ഇത് ഞാൻ 100 ഡിഗ്രിയാണെന്ന് പറയുന്നു. പുറത്തുള്ള ആംഗിളിനെ പറ്റി എന്ത് പറയാൻ പറ്റും നിങ്ങൾക്ക്? സെയിം പോയിന്റ് വരുന്നത്. പുറത്തുള്ള ആംഗിൾ കമൻറ്റ് ചെയ്യാം. <100 ആണോ <100 ആണോ? ഇതെന്താണ്? <100 ആണോ മോർ? അപ്പോൾ ഔട്ട്സൈഡിലാവുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനേക്കാളും ചെറുതാണോ വലുതാണോ? ഇൻസൈഡ് ആകുമ്പോൾ, ഓക്കെ, ഇൻസൈഡ് ആകുമ്പോൾ ഈ ആംഗിൾ <100 ആണോ <100 ആണോ എന്ന് കമൻറ്റ് ചെയ്യാം. സെയിം ലോജിക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു, ഇതും പഠിച്ചു. 2 കോർഡ്സ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, AB യും CD യും P യിൽ കൂട്ടിമുട്ടുമ്പോൾ ശ്രദ്ധിക്കാം.
എ ബിയും സി ഡിയും ചേർക്കുമ്പോൾ പി ആണ് കൂട്ടിമുട്ടുന്നത്. അപ്പോഴാണ് ഈ ഫോർമുല പി എ ബി ബി സി പി സി ബി ഡി ബൈഹാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് എ സിയും ഡി ബി ഒക്കെ ആണെങ്കിൽ മൊത്തം മാറും കേട്ടോ. എന്താ മനസ്സിലാക്കേണ്ടത്? പി എ പി ബി എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൻ്റെ 2 ഭാഗം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ ലൈനിൻ്റെ 2 ഭാഗം കിട്ടണം. അതാണ് സംഭവം. ഓക്കെ, 2 കോർഡ്സിൻ്റെ സ്പെഷ്യൽ കേസ് എന്താണ് മക്കളെ? ഒരു ഡയമീറ്റർ, ഒരെണ്ണം ഡയമീറ്ററും അത് രണ്ടും പകുതിയായിട്ട് മുറിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒരെണ്ണം വ്യാസമാണ്, അത് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ പി സി സ്ക്വയർ വരും. പി സി ഇൻറ്റു പി എ ഇൻറ്റു പി ബി സി പി സി ഇൻറ്റു പി ഡിക്ക് പകരം പി സി സ്ക്വയർ കാരണം പി സിയും പി ഡിയും ഈക്വൽ ആയിട്ട്. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. ഇനി മാത്തമാറ്റിക്സ് എക്സാംസിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. നമുക്ക് ആവശ്യമുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ, അനുകൂല ഫലമായി ടോട്ടൽ. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് നോട്ട് എന്നുള്ള കാര്യം മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട്. ഓക്കെ, എപ്പോഴെങ്കിലും നോട്ട് എന്ന് വന്നാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ, നോട്ട് എ എന്ന് പറയുമ്പോൾ എന്താണ്? 1 മൈനസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ. നോട്ട് എന്ന് പറയുമ്പോൾ 1 മൈനസ് ഓഫ് പ്രോബിലിറ്റി ഓഫ് സാധനം. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുമ്പോൾ 1/2 ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഹെഡ് 1 മൈനസ് 1/2 അത്രേ ഉള്ളൂ. 2 ഡൈസിന് ടേബിളും വെച്ചിട്ടുണ്ട്. ഇനി ജോഡികൾ എം ഇവൻസും, ഞാൻ ഇപ്പോൾ ഷർട്ടും പാൻറ്റുമാണ്, എം ഇവൻസും എൻ ഇവൻസുമാണ് ഷർട്ടും പാൻറ്റും വ്യത്യാസമുള്ള സാധനങ്ങൾ നടക്കണമെങ്കിൽ ടോട്ടൽ എത്ര ഇവൻസാണ്? എത്ര ജോഡികൾ? എം ഇൻറ്റു എൻ. ഏരിയ നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. ഓക്കെ, 1/2. ഒരു ട്രയാങ്കിളും ഒരു പാരലോഗ്രാമും സെയിം ബേസും സെയിം ഹൈറ്റ് ആണെങ്കിൽ അപ്പോൾ 1/2 വരിക. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കുകയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആദ്യം പഠിക്കുക. വാട്ട് ഇസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ? ഇതിനെ കംപ്ലീറ്റ് എങ്ങനെ ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് 10x, ഈ 10 ഉണ്ടോ അവൻ്റെ പകുതി എന്താ? 5. ആ 5ൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് കിട്ടും എക്സ് പ്ലസ് 5 ദ സ്ക്വയർ, എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ കിട്ടും. ഫസ്റ്റ് കാര്യം. ഇവിടെ നോക്കി എക്സ് സ്ക്വയർ മൈനസ് 8x, വീണ്ടും എക്സിൻ്റെ കൂടെ ആരാണ്? 8, അതിൻ്റെ പകുതി ആരാ? 4 സ്ക്വയർ ആഡ് ചെയ്യുക, എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ഇനി ഇത് ഇക്വേഷൻ രീതിയിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ക്വസ്റ്റൻ ഇക്വേഷൻ രീതി ആകുമ്പോൾ എക്സ് പ്ലസ് 2x, 2ൻ്റെ പകുതി എത്ര? 1 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്യണം. ഇക്വേഷനിൽ 2 സൈഡിലും ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്ലസ് മറക്കരുത്. അപ്പോൾ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 സൈഡിൽ നിന്ന് സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസും മൈനസും എഴുതാൻ മറക്കരുത്. 2 ഉത്തരം ഉണ്ടാവുന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സാധനമാണ്. ഇത് രണ്ടുമാണ് നിങ്ങൾ ഓർത്ത് വെക്കണം. പെരിമീറ്റർ നിങ്ങൾ ഓർത്ത് വെക്കണം, ഏരിയ. ഈ 2 ഫോർമുല, പെരിമീറ്റർ is equal to ചുറ്റോളം 2 ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ഏരിയ is equal to L into B. അത് ഓർത്ത് വെക്കുക. ബാക്കി നിങ്ങൾക്ക് അങ്ങ് വന്നോളും, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വന്നോളും. ക്വാഡ്രാറ്റിക് ഫോർമുലയും മറക്കരുത്, ഫാക്ടറൈസേഷൻ. ഈ ചെറിയ പോളിനോമിയൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി. ഈ ട്രിഗ്നോമെട്രിയിൽ വരുമ്പോൾ ഈ 2 റേഷ്യോ 45, 45, 90, 30, 60, 90 പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, മിക്ക ക്വസ്റ്റ്യനും ഒന്നും അറിയാതെ തന്നെ ഇത് വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം 45ൻ്റെ ഓപ്പോസിറ്റാണ്, ഓപ്പോസിറ്റ് 1ഉം ഇവിടെ ഓപ്പോസിറ്റ് 1. 90ക്ക് ഓപ്പോസിറ്റ് എന്താണ്? √2. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊന്ന് കമൻസിൽ ആൻസർ ചെയ്തേ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? ഓക്കെ, അപ്പോൾ 3:-: നിങ്ങളൊന്ന് കമൻറ്റ് എന്താ വരിക? ഓക്കെ, ഈ 30, 60, 90 എന്ന് പറയുമ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് ചെറിയ 1, 16ൻ്റെ ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അപ്പോൾ 1:√3:2. 1:2:3 എന്നൊന്നും എഴുതരുത്, തെറ്റാണ്. 1:√3:2. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, എതിർ വർഷം ബൈ കർണം. അഡ്ജസൻ കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻ ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ. ഇതിൻ്റെ മലയാളം നോട്ട്സും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അടുത്ത പേജിലുണ്ടോ. ഓക്കെ, ടാൻ എന്ന് പറയുമ്പോൾ സൈൻ ബൈ കോസ് എന്നുള്ളൊരു എക്സ്ട്രാ സാധനം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ഇത് ആവശ്യമുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സിൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഇത് കൂട്ടിക്കൂടാ? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾ എപ്പോഴും ഹൈപ്പോട്ടനസ്, കാരണം പിന്നെന്താണ്? ഇയാൾക്ക് പിന്നെ അഡ്ജസ്റ്റൻ്റ് ആകാൻ പറ്റില്ല. പിന്നെന്താണ്? ഇവനാണ് അഡ്ജസ്റ്റൻറ്റ്, ഇവനാണ് എക്സിൻ്റെ ഓപ്പോസിറ്റ്. അതേസമയത്ത് ഇപ്പോൾ വൈ ഇവിടെ എടുക്കണം, വൈൻ്റെ അഡ്ജസ്റ്റൻ്റ് ആരാ? ഇവൻ. ഓക്കെ, വൈൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇവൻ. ഓക്കെ, അങ്ങനെ വരും. ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്യാൻ മറക്കണ്ട, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർ ട്രയാങ്കിൾ മെത്തേഡ് വെച്ചിട്ട് ഇത്രയെങ്കിലും ബൈഹാർട്ട് ചെയ്യാറുണ്ട്. എല്ലാം ബൈഹാർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് പൊതുവെ ചോദിക്കാറില്ല, പക്ഷെ അറിഞ്ഞിരുന്നോ? പിന്നെ നമ്മുടെ കോഡിൻ്റെ ഈ ഒരു കോഡ് തന്ന്, ഓക്കെ, സെൻട്രൽ ആംഗിൾ സിയും മേജർ ആർക്കിലെ ആംഗിളിൻ്റെ പകുതി എക്സ് ആണെങ്കിൽ L is equal to 2r, റേഡിയസ് ആണ് r കേട്ടോ, റേഡിയസ് സൈൻ എക്സ്, 2r സൈൻ എക്സ് അഥവാ 2r c/2. c/2 എന്ന് പറയുമ്പോൾ നടുക്കത്തെ ആംഗിൾ കേട്ടോ, നടുക്കത്തെ ആംഗിളുടെ പകുതി. ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ നോക്കി ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് വേണം എന്നോട്ടെ, നിങ്ങൾ ആളുടെ ഒരു വര വരയ്ക്കണം ആദ്യം. ഓക്കെ, എന്നിട്ട് മേലേക്കാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, താഴേക്കാണ്. ചിലവരെന്ത് ചെയ്യും? ഈ ഷിപ്പിലേക്ക് ഇങ്ങനെ നോക്കുന്നു, ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതല്ല, ദിസ് ഇസ് നോട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ നേരെ നോക്കുന്നതിൻ്റെ താഴേക്ക് വരുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് കോർഡിനേറ്റ്സിലേക്ക് വരുമ്പോൾ നോക്കി ശ്രദ്ധിച്ചോ. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ് വരയ്ക്കുക, പിന്നെ വൈ വരയ്ക്കുക, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അര മാർക്ക് കളയും. ഡിസ്റ്റൻസ് ഫോർമുല ഇതാണ് ഏറ്റവും മെയിനായിട്ട്. ഇത് വേണമെങ്കിൽ പഠിച്ച് ഡിസ്റ്റൻസ് ഫോർമുല ഇത് പഠിച്ചാൽ ഇത് 4 എണ്ണം, ഈ 3 എണ്ണം വെറുതെ പഠിക്കേണ്ട ആവശ്യമില്ല.
അതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് വേർഷൻ, ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസ് പോലത്തെ ലൈൻ, എക്സ് ആക്സിസ് പോലത്തെ ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് നമ്മൾ y = 0 എന്നാണ് വിളിക്കുക. ഓക്കെ, ആൻഡ് y ആക്സിസിനെ നമ്മൾ x = 0 എന്നാണ് വിളിക്കുക. അപ്പോൾ നോക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ എക്സ് ആക്സിസ് പോലെയുള്ള ഇങ്ങനത്തെ എല്ലാ ലൈനുകൾക്ക് ഇങ്ങനെ വരും. എക്സ് ആക്സിനോട് പാരലൽ ലൈൻ നമ്മൾ y = ഒരു നമ്പർ, y = a b c എന്ത് വേണേക്കോട്ടെ. y ആക്സിനെ പോലെയുള്ള എല്ലാ ലൈൻസും നമ്മൾ എന്താണ് വിളിക്കുക, x = എന്താണ് 1 2 3 4 എന്നൊക്കെയാണ് വിളിക്കുക. ആ കാര്യം ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മക്കളെ ഈ സാധനം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് എൻ്റെ 3, ഇവിടെ എൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ വൈയിലേക്ക് നോക്കുമ്പോൾ 1, അപ്പോൾ 3,1. അതേപോലെ ബീൻ്റെ നോക്കി സീൻ്റെ താഴേക്ക് വരുന്ന നമ്പർ 7 ആൻഡ് സീൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്ന വൈയിലേക്ക് പോകുന്ന നമ്പർ എന്താ 4. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്താൽ ഞാൻ ബി നിങ്ങൾക്ക് ആൻസർ ചെയ്തുതരാം. ബീൻ്റെ എക്സ് നമ്പർ എന്താണ് 7, വൈ നമ്പർ എന്താണ് 1, 7,1. ഡി എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡീൻ്റെ എക്സ് നമ്പറും വൈ നമ്പറും നിങ്ങൾ കോമ ഇട്ടിട്ട് ഓർഡറിൽ എഴുതണം x, y. ടാൻജൻസ് ഫുൾ ഡയഗ്രത്തിൻ്റെ ചാപ്റ്ററാണ്. കൺസ്ട്രക്ഷൻ ഉണ്ട്, 3 കൺസ്ട്രക്ഷൻ ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, പക്ഷേ 3 പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് റേഡിയസും ടാൻജൻറ്റും. ഓക്കെ, തൊടുമ്പോൾ എപ്പോഴും 90 ഡിഗ്രിയാണ് ബേസിക് കാര്യം. ഓക്കെ, ഒരു സർക്കിളിലേക്ക് നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ടാൻജൻസ് വരയ്ക്കാം, പക്ഷേ ഒരു എക്സ്റ്റേണൽ പോയിന്റ്, ഒരു പുറമേ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് 2 ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. 2 ടാൻജൻറ്റും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഇതെന്താണ് ഒരു ചക്രീയ ചതുർഭുജം, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കേട്ടോ. ഇവിടെ സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ ടാൻജൻസിൻ്റെ ഇടയ്ക്ക് എന്താണ് 180 - x അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിളാണ്. ഇവിടെ 2 90 ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, ചക്രീയ ചതുർഭുജം. ഈ ഡയഗ്രാം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഡയഗ്രാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സെൻട്രൽ 2x, അതിൻ്റെ പകുതി x നമ്മൾ സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എക്സ് ആകുമ്പോൾ ഈ ടാൻജൻറ്റ് മക്കളെ, ടാൻജൻറ്റും കോഡും തമ്മിലുള്ള ആംഗിളുണ്ട്. ഈ ആംഗിൾ കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എക്സ് മേജർ ആർക്കിൽ എക്സ്. ആ കാര്യം ഓർത്ത് വെച്ചു എപ്പോഴും അങ്ങനെ കേട്ടോ. ഈ എക്സും ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം സാർ, നമ്മളിപ്പോൾ ഇവിടെ 180 - x ആണല്ലോ, ഇതാ ഇവിടെയും പഠിപ്പിച്ചു അല്ലേ. അപ്പോൾ എന്താ ഇവിടെ 180 - 2x. ഇവിടെ സെൻട്രൽ 2x ആണ്, അപ്പോൾ 180 - 2x. സെൻട്രൽ എന്താണോ അത് 180 ചെയ്യുക. ഇവിടെ x ആണെങ്കിൽ 180 - x. ഇവിടെ 180 ചക്കയാണെങ്കിൽ ഇവിടെ ചക്ക. ആ കാര്യം ഓർക്കണം കേട്ടോ. ഇവിടെ ചക്കയാണെങ്കിൽ ഇവിടെ 180 ചക്ക, ഇവിടെ തേങ്ങയാണെങ്കിൽ ഇവിടെ 180 തേങ്ങ. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് മൊത്തം 90 അല്ലേ. ഒരു റേഡിയസും ടാൻജൻറ്റും 90 ആണെങ്കിൽ എക്സ് പോയാൽ ബാക്കി 90 - x. അതേസമയം ഇവിടെ തന്നെ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ PA PB = PC², PC ടാൻജൻ്റ് മതി. ശ്രദ്ധിക്കേണ്ട കാര്യം PA × PB². ഓക്കെ, PA × ചിലർ PB ചെയ്യാൻ മാർക്കും. PB എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 3ഉം ഇവിടെ 4 ആണ്. ചിലർ എന്ത് ചെയ്യും 3 × 4 PA × PB. തെറ്റാ. PB എന്ന് പറയുമ്പോൾ മക്കൾ എന്താണ് ഇവിടെ 3ഉം PB എന്ന് പറയുമ്പോൾ എത്രയാണ് 3 + 4 7 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 × 7 ആണ്. ആ കാര്യം മാർക്കരുത്. അപ്പോൾ 3 × 7 = PC². ആ കാര്യം മാർക്കരുത്. ഓക്കെ, പിന്നെ ഹെറൻസ് ഫോർമുല S = A + B/2. S എന്ന് പറയുമ്പോൾ എന്താണ് ചുറ്റളവിൻ്റെ പകുതി, പെരിമീറ്ററിൻ്റെ പകുതി. ഓക്കെ, അപ്പം A + B + C / 2 എഴുതുക. ഏരിയ എന്താണ് √S × S - A × S - B × S - C ചെയ്ത് പഠിച്ചു വെക്കുക. R = A/S. R എന്ന് പറയുമ്പോൾ ഇൻ റേഡിയസ്, ഈ അന്തർവൃത്താരം. A എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ, S എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ചുറ്റളവിൻ്റെ പകുതി. ഓക്കെ, ഇതാണ് സംഭവങ്ങൾ ടാൻജൻസിൽ വരുന്നത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട, ഇവിടെ നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈ ലിങ്ക് ഓർത്ത് വെച്ചോ. ഓക്കെ, സോളിഡ്സിൽ ഞാൻ ഫോർമുല മൊത്തം കൊടുത്തിട്ടുണ്ട്. ഇതാണ് എല്ലാ ഫോർമുലയും, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി മെൽറ്റിംഗ് റീകാസ്റ്റിങ്ങിൻ്റെ കാര്യം മാത്രമേ ഇല്ലാത്തുള്ളൂ, നിങ്ങൾ ക്ലാസ്സിൽ വന്ന് പഠിക്കാമെന്നുള്ള കാര്യമുള്ളൂ. ഓക്കെ, ഇവിടെ പേരുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബേസ് ഏരിയ, LSA, TSA, വോളിയം. ഓക്കെ, LSA എന്ന് പറഞ്ഞാൽ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ വക്രതല പാർശ്വമുഖ പരപ്പളവ്, സൈഡിലുള്ളത്. ഓക്കെ, ഈ 4 അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ. TSA എന്ന് പറയുമ്പോൾ ആകെ ടോട്ടൽ. ഓക്കെ, ഇവിടെ CSA എന്ന് പറയുമ്പോൾ വക്രതല പരപ്പളവ്, കർവ്ഡ് സർഫസ് ഏരിയ, ഐസ്ക്രീം കോണിൻ്റെ കോണ് ഭാഗം. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ഇപ്പോൾ ഇതും 1/3 ആണ്, ഇത് 1/3 ആണ്, കാര്യം മറക്കരുത്. ബാക്കിയെല്ലാം എന്താണ് 4/3, 2/3, ഇവിടെ πr²h. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ആയി നോട്ട്സ് ഇതിൽ ആവശ്യത്തിലെല്ലാം ഉണ്ട്. ഓക്കെ, പേരും എന്താണെന്നും കൂടി പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫോർമുല പഠിക്കാൻ വേണ്ടി ചിലവരോട് ഞാൻ HAL എന്ന് പഠിച്ചു വെക്കാൻ പറയും. ഇത് അലക്സ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഹാൽ അലക്സ് എന്ന് ഓർത്ത് വെച്ചാൽ. ഓക്കെ, അപ്പോൾ A വരുമ്പോൾ എപ്പോഴും A/2 എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഇവിടെ കോണിൽ വരുമ്പോൾ L = R. ക്യാപിറ്റൽ R ആണ് സർക്കിളിൻ്റെ റേഡിയസ് എന്നുള്ള കാര്യം മറക്കരുത്. ക്യാപിറ്റൽ R സർക്കിളിൻ്റെ റേഡിയസ് ആൻഡ് L എന്ന് പറയുമ്പോൾ സ്ലാൻഡഡ്. എപ്പോഴും ഈക്വലാണ്. ഫസ്റ്റ് ചോദ്യം എപ്പോഴും കൊണ്ടാതായിരിക്കും. ജോമെട്രി ആൻഡ് ആൽജിബ്രയിൽ നിങ്ങൾക്ക് ഒരു പാരലോഗ്രാം ക്വസ്റ്റനും ഇതൊക്കെ ഉണ്ട്, ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മിഡ് പോയിൻറ്റ് ഫോർമുല മറക്കരുത്. മിഡ് പോയിൻറ്റ് ഫോർമുല അപ്പോൾ എന്താണ് ഈ എക്സുകൾ രണ്ടാളെ ആഡ് ചെയ്യുക, പകുതിയാക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 2,5ഉം ഇവിടെ 6,7 ആണെന്ന് വിചാരിച്ചോ. മിഡ് പോയിൻറ്റ് എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, 2നെയും 6നെയും ആഡ് ചെയ്യുക, പകുതിയാക്കാം. 5നെയും 7നെയും ആഡ് ചെയ്യുക, പകുതിയാക്കാം. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ആൻസർ ചെയ്താൽ ഇത് ഞാൻ ആൻസർ ചെയ്ത് തരാം. ഇതിൻ്റെ മിഡ് പോയിൻ്റ് കേട്ടോ, ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണിത്. അപ്പോൾ 1ഉം 5 ആഡ് ചെയ്തു 6, 6ൻ്റെ പകുതി 3, 4ഉം 7 ആഡ് ചെയ്ത് 11, 11ൻ്റെ പകുതി 11/2. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ, ഇത് കിട്ടി. ഇനി അതല്ലാണ്ട് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് ശരിക്കും ഈ പോയിൻ്റ് എല്ലാം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ പോയിൻറ്റും തന്നു, അതിൻ്റെ മിഡ് പോയിൻ്റാണ് തന്നു, മിഡ് പോയിൻ്റ് തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കണം, ഒരറ്റം കണ്ടുപിടിക്കണം. ഇപ്പോൾ 2 അറ്റം തന്നിട്ട് മിഡ് പോയിൻ്റ് എന്നാൽ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഒരു മിഡ് പോയിൻ്റ് ഒരു അറ്റം തന്നാൽ മറ്റേ അറ്റം കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കാം. 1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 5 ആയത്, +4. അതേ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് 4, അപ്പോൾ ഇത്ര കിട്ടുക, നമുക്ക് കിട്ടുക 9. ഇനി അതേപോലെ 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 7 ആയത്, +3. അതേ നമ്പർ ഇവിടെ ആഡ് ചെയ്ത +3 ചെയ്താൽ എന്ത് കിട്ടും, 10 കിട്ടും. അപ്പോൾ 9,10. വളരെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഒരു അറ്റം കണ്ടുപിടിക്കണമെങ്കിൽ ആ നമ്പർ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക അതേ വഴി. ഓക്കെ, റേഷ്യോ നിങ്ങൾ ചിലവർ ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്, ഈ ഫോർമുല, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്, ഏത് വേണം പഠിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചത് രണ്ടും ശരിയാണ്. ഇനി ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സ്ലോപ്പ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആൻഡ് സർക്കിൾ, ഇത് എല്ലാം പഠിച്ച് വെക്കണം. ഓക്കെ, ഇതെല്ലാം പഠിച്ച് വെക്കണം, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനും സ്ലോപ്പ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ എന്താ ഉള്ളത്, നമുക്ക് പഠിക്കാൻ ആകെ പോളിനോമിയൽസ്. എന്താണ് പോളിനോമിയൽ അല്ലാത്തതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് തിയറിയിൽ ചോദിക്കുകയാണ്, ഇതിലേതാണ് പോളിനോമിയൽ അല്ലാത്തതെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എക്സിന് റൂട്ട് വരരുത്, എക്സിന് നെഗറ്റീവ് പവർ വരരുത്, എക്സ് താഴെ വരരുത്, എക്സ് മുകളിൽ വരരുത്, പവറായിട്ട് എക്സിൻ്റെ പവർ ഫ്രാക്ഷൻ ആവരുത്. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ഫോർമുല ഓർത്തുകൊണ്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഫാക്ടർ തിയറംസ് ആയിട്ട് വരുമ്പോൾ ഒരു സാധനം P of X = X - A × X - B. ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ്, ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ്, ഒന്നാം കൃതിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ P of X 0 ആണെങ്കിൽ, ഇത് 0 ആണെങ്കിൽ നമുക്ക് പറയാം ഉത്തരം എന്താ, X - A × X - B ആകുമ്പോൾ നമ്മൾ വിചാരിക്കും -A - B അല്ല, ഇവിടെ -A ആണെങ്കിൽ ആൻസർ എന്താണ്, A. X = A ഒരു ഉത്തരം. ഓക്കെ, അതാണ് P of A = 0 എന്ന് പറയുന്നത്. അഥവാ X = A ഒരു ഉത്തരമാണ്, X = B ഒരു ഉത്തരം. ഇത് സൊല്യൂഷൻ, പരിഹാരം. ഇത് രണ്ടും എന്താണ്, ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് X = 2ഉം X = 3 ഒരു സൊല്യൂഷനാണ്. ഫാക്ടേഴ്സ് എന്തായിരിക്കും, X - 2 × X - 3. അതിൻ്റെ ഓപ്പോസിറ്റ്. വീണ്ടും ഞാൻ പറയുന്നത് X = -3ഉം X = +4ഉം ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയാം, പരിഹാരം. പക്ഷേ അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്, X +3 × X - 4 ആണ് ഫാക്ടേഴ്സ്, അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി എന്താണ്, ക്വാഡ്രാറ്റിക് ഫോർമുല ഇവിടെയും പഠിക്കാനുണ്ട്, ഓർത്ത് വെച്ചോ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 3 മാർക്ക് ഒരു 4 മാർക്ക് ക്വസ്റ്റനാണ് നിങ്ങൾക്ക് വരിക. മീൻ. ഓക്കെ, മീൻ ഇവിടെ തന്നിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, മാധ്യം, പിന്നെ എന്താ മധ്യമം. ഓക്കെ, എല്ലാവരും കൂട്ടുക, ഡിവൈഡ് ബൈ എത്ര ആൾക്കാരുണ്ടെന്ന്. ഓക്കെ, മീഡിയം എന്ന് പറയുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കണം, ഓടാണെങ്കിൽ പണി സിമ്പിളാണ്. ഓടാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 5 ആൾക്കാരാണെങ്കിൽ 5 + 1/2 എത്രയാണ്, 6ൻ്റെ പകുതി 3ാമത്തെ ആൾ, തേർഡ്. ഇനിയിപ്പോൾ 31 ആൾക്കാരാണ്, 31 + 1/2. ഓക്കെ, അപ്പോൾ എത്ര, 32ൻ്റെ പകുതി 16ാമത്തെ ആളാണ്. ഓക്കെ, ഇനി ഈവൺ ആണെങ്കിലാണ് രസം. 6 ആണെങ്കിൽ എന്ന് വിചാരിച്ചു, 6 ആണെങ്കിൽ എന്താണ്, 6ൻ്റെ പകുതി 3, 3ഉം 4ഉം ആഡ് ചെയ്ത് അവരെ പകുതിയാക്കുക, 3ാമത്തെ 4ാമത്തെ ആളെടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10 വിരലുണ്ട്, ഈവൺ ആണ്, ഇരട്ടസംഖ്യയാണ്. 5ാമത്തെ 6ാമത്തെ, 10ൻ്റെ പകുതി 5, അടുത്ത ആൾ 6, 5ാമത്തെ 6ാമത്തെ ആളെടുക്കുക, അവരുടെ ആവറേജ്, അവരുടെ മാധ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ടേബിളിൻ്റെ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിയാൽ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 കോളം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. നിങ്ങൾ ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ CF എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്, 4 ഉണ്ട് എഴുതുക, 4ഉം 7ഉം ആഡ് ചെയ്യുക, അടുത്ത 2 ആഡ് ചെയ്യുക, ഇവിടേക്ക് ഇടുക, അടുത്ത 3 ആഡ് ചെയ്യുക, ഇവിടേക്ക് ഇടുക. ഓക്കെ, 4 ആഡ് ചെയ്യുക, ഇവിടേക്ക് ഇടുക. അല്ലെങ്കിൽ പണി സിമ്പിളായിട്ട് പറഞ്ഞാൽ 4ഉം 7ഉം ആഡ് ചെയ്ത് 11 കിട്ടി. ഓക്കെ, 11ൻ്റെ കൂടെ 10 കൂട്ടി എന്ത് കിട്ടും, 21. 21-നോട് 12 കൂട്ടി എന്ത് കിട്ടും, ഇവനും കിട്ടും. ഇതിനോട് ഇത് കൂടിയാൽ ഇത് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവനും ഈ ടോട്ടലും ഇതും ലാസ്റ്റ് നമ്പർ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എത്ര, 41 ആൾക്കാരുണ്ട്, എത്രാമത്തെ ആളാണ് മീഡിയം, 41 ആണ്. 41 + 1/2, 42ൻ്റെ പകുതി 21ാമത്തെ ആൾ, 21st ആളാണ് മീഡിയം. 21st ഇവിടെ 4 ആൾക്കാർ വരുന്നു, 5 മുതൽ 11 വരെ ഇവിടെ, 12 മുതൽ 21ാമത്തെ ആൾ വരെ ഇവനാണ്. ഇതാണ് മീഡിയം ക്ലാസ്, മധ്യമ വിഭാഗം. ഓക്കെ, ഇനി ഡി എന്നുള്ള ആര് കണ്ടുപിടിക്കണം, ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പർ ലിമിറ്റ്, ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റായി 30 മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡർ ബൈ 10. അപ്പോൾ എത്രയാണ്, 30 - 20/10 എത്രയാണ്, ആൻസർ ഡി കിട്ടി, 1. D 1 ആണ്. ഓക്കെ, ഇനി ചോദ്യത്തിൽ എപ്പോഴും രസമുള്ള കാര്യം ഇതാണ്, നമ്മുടെ മീഡിയം ക്ലാസ്. ഓക്കെ, മധ്യമ വിഭാഗം. അവർ ആദ്യം ചോദിക്കുക, അപ്പോൾ 11 ആൾക്കാർ വരും ഇവിടെ, 12 മുതൽ 20, 12ാമത്തെ ആളുടെ മാർക്ക്, അസ്യൂംഡ് മാർക്ക്. ഓക്കെ, എന്താണ് അവർ ചോദിക്കും, X 12, 12ാമത്തെ ആൾ ചോദിക്കും. അതാണ് ഫസ്റ്റ് അസ്യൂംഡ് മീൻ ഓഫ് ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ 1ാമത്തെ ആളാരാണ്, 12ാമത്തെ ആൾ. അയാളുടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് X 12 എന്ന് എഴുതുക, ലോവർ ലിമിറ്റായി 20 പ്ലസ് D/2, D എത്ര, 1/2, അപ്പോൾ എത്രയാണ് 0.5. അപ്പം 20.5 ആണ് 12ാമത്തെ ആളുടെ എന്താണ്
നമുക്ക് അസ്യൂംഡ് ഒബ്സർവേഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് 12ാമത്തെ ആൾ കിട്ടി. നമുക്ക് മീഡിയം എത്രാമത്തെ ആളാണ്? മീഡിയം 21ാമത്തെ ആളാണ്, ഇതിന് ലാസ്റ്റാണ്. അപ്പോൾ 12ാമത്തെ ആൾ കിട്ടി, അത് നമ്മൾ ഫസ്റ്റ് ആൾ എടുക്കുന്നു. ഇസ് ഈക്വൽ ടു നമുക്ക് 21ാമത്തെ ആണ്, 21 എഴുതുക. 12 പ്ലസ് എത്ര ആൾക്കാരാ? 12 കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ? 21ലേക്ക് 9. 9 അല്ല, 9D KD ആ K. ഓക്കെ, അപ്പം എത്ര? 21.5 പ്ലസ് 9 × 1. അപ്പോൾ എത്ര? 29 എന്ന് കിട്ടി. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. വലിയ മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ ധാരാളമാണ്. ഓക്കെ, അതോടെ നിങ്ങൾ എല്ലാം സംഭവം ചെയ്തിരിക്കുന്നു. +1 ബാച്ചിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അത് നിങ്ങൾ തിരക്ക് ഇല്ലാത്ത സമയത്ത് മതി. പക്ഷേ നിങ്ങൾ ഈ ഫോർമുല മൊത്തം ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. അതിനുവേണ്ടി എൻ്റെ ലിങ്ക് ട്രീ ജോയിൻ ചെയ്യുക. അവിടെ എല്ലാ ഫോർമുലേൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അതല്ലാണ്ട് ലൈവിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ ലൈവിന് എല്ലാവരും വരിക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ലൈവിന് വരുന്നതിന് മുമ്പ് ഇത് പഠിച്ചിട്ട് വരാം, എന്നാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഇത് യൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.